ഫാത്തിമ മാതാവിനോടുള്ള അത്ഭുത നൊവേന. 5-ാം ദിനം. പ്രാർത്ഥന. ജപമാല പ്രാർത്ഥനയിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ ഫാത്തിമയിലെ കുരുന്ന് ഇടയ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തിയ എത്രയും പരിശുദ്ധയായ കന്യകാമറിയമേ, ജപമാല ഭക്തിയോടുള്ള യഥാർത്ഥ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അതുവഴി ജപമാലയിൽ നിറഞ്ഞു നിൽക്കുന്ന രക്ഷാകര രഹസ്യങ്ങൾ ഇടവിടാതെ ധ്യാനിക്കുക വഴി ഞങ്ങൾ ഏറെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും പാപികൾക്ക് മാനസാന്തരം ഉണ്ടാവുന്നതിനും ഇടയാക്കണമേ. ലോകത്തിൻ്റെ മാനസാന്തരവും ഇപ്പോൾ ഞാൻ സമർപ്പിക്കുന്ന നിയോഗവും. ഈ സമയം നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. ഈ നൊവേനയിലൂടെ അവിടുത്തെ മഹത്വത്തിനും അതുവഴി ദൈവമഹത്വത്തിനും അങ്ങയുടെ മക്കളുടെ ഐശ്വര്യത്തിനുമായി അവിടുത്തെ പുത്രൻ്റെ പക്കൽ നിന്ന് ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചു തരണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഫാത്തിമ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല റാണി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സംഭവം: പരിശുദ്ധ മറിയത്തിൻ്റെ 2-ാം വെളിപ്പെടുത്തൽ. സ്ഥലം: കോവ ദ ഇറിയ, പോർട്ടുഗൽ. 13 ജൂൺ 1917. അന്ന് ലൂസിയയും ജസീന്തയും ഫ്രാൻസിസ്കോയും ഒറ്റയ്ക്കായിരുന്നില്ല. 60ഓളം ആളുകളും അവരിൽ നിന്ന് കേട്ടറിഞ്ഞതെല്ലാം നേരിട്ടറിയുവാൻ അവിടെ എത്തിച്ചേർന്നിരുന്നു. എന്നാൽ കുട്ടികൾക്ക് മാത്രമേ ആ സ്ത്രീരൂപത്തെ കാണാനും കേൾക്കാനും സാധിച്ചിരുന്നുള്ളൂ. ഞങ്ങളിൽ നിന്ന് നീ എന്താണ് ആഗ്രഹിക്കുന്നത്? ലൂസിയ ചോദിച്ചു. നിങ്ങൾ അടുത്ത മാസവും 13-ന് ഇവിടെ വരണം. നിങ്ങൾ ഇനിയും മുടങ്ങാതെ ജപമാല പ്രാർത്ഥിക്കണം. നിങ്ങളിൽ നിന്ന് എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പിന്നീട് ഞാൻ വെളിപ്പെടുത്തി തരും. ലൂസിയ അപ്പോൾ ഒരു രോഗിയായ വ്യക്തിയുടെ സൗഖ്യത്തിനായി അപേക്ഷിച്ചു. അപ്പോൾ സ്ത്രീ പറഞ്ഞു, അദ്ദേഹം മാനസാന്തരപ്പെട്ടാൽ ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് അദ്ദേഹം സുഖം പ്രാപിക്കും. ലൂസിയ വീണ്ടും ചോദിച്ചു, നീ ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്ത്രീ ഉത്തരം നൽകി, ജസീന്തയെയും ഫ്രാൻസിസ്കോയെയും ഞാൻ അടുത്തു തന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പക്ഷേ നീ ഇനിയും ഇവിടെ കുറേ കാലം കൂടി ആയിരിക്കണം. എന്നെ എല്ലാവരും അറിയുവാനും സ്നേഹിക്കുവാനും ഈശോ നിന്നെ ഒരു ഉപകരണം ആക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. എൻ്റെ വിമല ഹൃദയത്തോടുള്ള സ്നേഹം ലോകത്തിൽ എങ്ങും വ്യാപിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വിമല ഹൃദയത്തെ പുൽകുന്ന ഏവർക്കും ഞാൻ ഉറപ്പായ രക്ഷ വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെയുള്ളവരുടെ ആത്മാക്കളെ ഞാൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ അവിടുത്തെ ആരാധിക്കാൻ സമർപ്പിക്കുന്ന പൂക്കളെ പോലെ അവിടുന്ന് സ്നേഹിക്കുന്നു. ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്കായിരിക്കണമോ? ലൂസിയ വിങ്ങിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു. എൻ്റെ മകളെ, അങ്ങനെയല്ല. നീ ഒരു വലിയ പദ്ധതിക്കായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ നീ നിൻ്റെ ഹൃദയത്തെ വിഷമിപ്പിക്കരുത്. ഞാൻ ഒരിക്കലും നിന്നെ കൈവെടിയുകയില്ല. എൻ്റെ വിമല ഹൃദയം നിനക്ക് അഭയവും ദൈവത്തിലേക്കുള്ള വഴിയും ആയിരിക്കും. ഇപ്രകാരം പറഞ്ഞതിനു ശേഷം
ആ സ്ത്രീ കൈകൾ തുറന്നു. അപ്പോൾ അതിൽ നിന്ന് രണ്ടാം തവണയും ഒരു വലിയ പ്രകാശം പുറപ്പെട്ടു. ആ പ്രകാശത്തിൽ അവർ തങ്ങളെ ദൈവത്തിനുള്ളിൽ കണ്ടു. ആ പ്രകാശം സ്വർഗത്തിലേക്ക് ഉയരുകയും ഭൂമിയെ മുഴുവൻ വലയം ചെയ്യുന്നതായും അവർ കണ്ടു. അപ്പോൾ ആ സ്ത്രീയുടെ കൈകളിൽ മുള്ളുകളാൽ ആവരണം ചെയ്യപ്പെട്ട ഒരു ഹൃദയം. അപ്പോൾ അവർക്ക് മനസ്സിലായി, മനുഷ്യപാപത്താൽ മുറിയപ്പെട്ട മറിയത്തിൻ്റെ വിമല ഹൃദയം ആണ് അതെന്ന്. സുകൃത ജപം. സ്വർലോകറാണിയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർലോകറാണിയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർലോകറാണിയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.